ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമ അതിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിലാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവിലുള്ളത്. ഇറങ്ങുന്ന സിനിമകളൊക്കെയും 10 കോടി, 100 കോടി, 150 കോടി, 200 കോടി ക്ലബ്ബുകളിൽ ഇടം നേടുന്ന വാർത്തകളും നമ്മൾ സജീവമായി തന്നെ കാണുന്നുണ്ട്. പക്ഷേ ഈ കോടികളുടെ കണക്കെല്ലാം തള്ളിക്കയറ്റുന്നതാണോ എന്നുള്ളൊരു ചോദ്യമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വാർത്തകളാണ് ഇത്തരമൊരു ആശങ്കയ്ക്ക് കാരണം. ഇന്നത്തെ കാര്യം ചർച്ച ചെയ്യുന്നതും ഇത് തന്നെ. മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ നിർമ്മാതാവായിട്ടുള്ളയാൾ അവരുടെ കമ്പനിക്കെതിരെ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വിഷയം ചർച്ചയ്ക്ക് വരുന്നത്. താൻ ഏതാണ്ട് 7 കോടിയോളം രൂപ നിരവധി തവണകളായി സിനിമയ്ക്ക് വേണ്ടി മുടക്കി. പക്ഷേ ലാഭവിഹിതം 200 കോടിയുടെ മുകളിലേക്ക് എത്തിയതിനു ശേഷവും തനിക്ക് 1 രൂപ പോലും ലാഭമായി നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതിയായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്തായാലും ഈ പരാതി നൽകി നിരവധി തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയെങ്കിലും പോലീസ് ഒരു തരത്തിലുള്ള നടപടികളിലേക്കും കടന്നില്ല. അതിനുശേഷം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഇതിൽ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവതരിപ്പിച്ചിട്ടുള്ള കണക്കുകളിൽ നിരവധിയായിട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്ന് തന്നെ കണ്ടെത്തി. കാരണം ഈ സിനിമയുടെ, അതായത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ പ്രചാരണത്തിനായി, അതിൻ്റെ പരസ്യ പ്രചാരണത്തിന് വേണ്ടി 24 കോടിയോളം രൂപ ചെലവാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ നൽകിയിട്ടുള്ള കണക്ക് പ്രകാരം കാണിച്ചിരുന്നത്. പക്ഷേ GST ഉൾപ്പെടെ ഇതിൽ ഏതാണ്ട് 18 കോടിയോളം രൂപ മാത്രമേ ചെലവായിട്ടുള്ളൂ എന്ന് ഈ പരിശോധനയിൽ കണ്ടെത്തുകയുണ്ടായി. അവിടെ തുടങ്ങുകയാണ് ഈ പണവുമായി ബന്ധപ്പെട്ടുള്ള പൊരുത്തക്കേടുകൾ. അതിനുശേഷം നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പരാതികൾ, അന്വേഷണങ്ങൾ, ആ അന്വേഷണങ്ങളിൽ ആണ് ഇത്തരത്തിലുള്ള ഈ കള്ളപ്പണ ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും മലയാള സിനിമ ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിട്ടുള്ള മഞ്ഞുമ്മൽ ബോയ്സ്, പ്രേമലു തുടങ്ങിയിട്ടുള്ള സിനിമകളെല്ലാം തന്നെ ഇത്തരത്തിൽ കോടികളുടെ വരുമാനം നേടിയിട്ടുണ്ട് എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു പ്രചാരണം. വലിയ രീതിയിൽ അത് ആഘോഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സിനിമകൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നില്ല എന്നും അത് ഈ ബുക്കിംഗ് ഏജൻറ്റുകൾ അല്ലെങ്കിൽ ബുക്കിംഗ് ആപ്പുകൾ വഴി നടത്തിയിട്ടുള്ള ചില തട്ടിപ്പുകളാണ് എന്നും കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിൻ്റെ പുറകിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമെന്നും കണ്ടെത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ED നേരിട്ട് ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങുകയും ചെയ്യും. ആ ഘട്ടത്തിലാണ് ഏതാണ്ട് 2019 മുതൽ 24 വരെയുള്ള പുറത്തിറങ്ങിയിട്ടുള്ള ഹിറ്റായിട്ടുള്ള സിനിമകളുടെ കണക്കുകൾ സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് ED എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ മഞ്ഞുമ്മൽ ബോയ്സുമായി ബന്ധപ്പെട്ട വിഷയം ED അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സൗബിൻ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു സുവർണ്ണ കാലഘട്ടത്തിലാണ് മലയാള സിനിമ എന്ന് പറയുമ്പോൾ പോലും തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ ഈ കണക്കുകൾ അത് എവിടെയും പൊരുത്തപ്പെടുന്നില്ല. തള്ളിക്കയറ്റിയ കണക്കുകൾ അല്ലെങ്കിൽ തള്ളിക്കയറ്റിയ കോടികൾ എന്ന് തന്നെയാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് നിലവിലെ സാഹചര്യം വെച്ച്. അത് തന്നെയാണ് ഇപ്പോൾ ഒരാശങ്കയിലേക്കും, അതായത് 2019 മുതൽ 24 വരെ പുറത്തിറങ്ങിയിട്ടുള്ള സിനിമകളുടെ മുഴുവൻ കണക്കും കാര്യങ്ങളും എല്ലാം തന്നെ ED ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമാവില്ല.